നമസ്തേ, ഞാൻ ഡോക്ടർ ഗായത്രി, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. എന്താണ് ലങ് ക്യാൻസർ? ലങ് ക്യാൻസർ എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ടോ? ബിക്കോസ് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലങ് ക്യാൻസർ പൊതുവേ നമുക്കൊരു കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്വാസം മുട്ടലൊക്കെ വന്ന് അങ്ങനെയായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മൾ ഏർലി ആയിട്ട് ലങ് ക്യാൻസറിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധാരണ രീതിയിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ ഒരു എക്സ്റേ എടുക്കുവാണ്, അതിനകത്തൊരു തടിപ്പ് പോലെ കണ്ടു, ഒരു ആക്സിഡൻറ്റ് വന്നു, നെഞ്ചിൽ ഇച്ചിരി വേദന ഉണ്ടായിരുന്നു, നമ്മൾ ഒരു എക്സ്റേ എടുത്തു, അപ്പോൾ ഒരു തടിപ്പ് പോലെ കണ്ടു. ഇങ്ങനെയാണ് നമ്മൾ ഏർലി ആയിട്ട് ലങ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കറിയാം ലങ് ക്യാൻസറിൻ്റെ പ്രധാന കാരണം സ്മോക്കിംഗ് തന്നെയാണ്. പക്ഷേ ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് സ്മോക്കിംഗ് അല്ലാതെ പല മ്യൂട്ടേഷൻസ് കാരണം, അതായത് സെല്ലിൽ വരുന്ന വേരിയേഷൻസ് കാരണവും ലങ് ക്യാൻസർ വരാം. EGFR, ALK, ROS, HER2 അങ്ങനെ ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട്. ഈ മ്യൂട്ടേഷൻസ് കാരണവും ലങ് ക്യാൻസർ വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ സ്മോക്ക് ചെയ്യാത്ത ഒരാൾ, അവർക്ക് ലങ് ക്യാൻസർ വരാം. നമ്മൾ മനസ്സിലാക്കണം, സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ സ്മോക്ക് ചെയ്യാത്ത ആൾക്കാർക്കും കുറച്ച് ചെറിയൊരളവിൽ ലങ് ക്യാൻസർ വരാം. ഇത് മ്യൂട്ടേഷൻസ് കാരണം വരാനുള്ള സാധ്യത ഏറെയാണ്. ഈ മ്യൂട്ടേഷൻസ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ എന്തായാലും ഒരു ബയോപ്സി എടുത്തിട്ടാണ് ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ ബയോപ്സി സ്പെസിമെനിൽ തന്നെ മ്യൂട്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? ഇതിന് നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാൻ സാധിക്കും. ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കുന്നത് വഴി നമുക്ക് നല്ല രീതിയിൽ സർവൈവലും കൂട്ടാൻ സാധിക്കും, ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ഒരു ഡിസീസല്ല. നമ്മളത് വരാതെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറ്റണം. എന്നിരുന്നാലും സ്മോക്കേഴ്സ് അല്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച് മ്യൂട്ടേഷൻസ് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റഡ് തെറാപ്പിയും അതുപോലെ പല ഇമ്മ്യൂണോതെറാപ്പിയും ഇതെല്ലാം തന്നെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.